പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഭാരതത്തിലേക്ക് ഇസ്ലാം, കേരളത്തിലേക്ക് ഇസ്ലാം എന്ന് പറയുമ്പോൾ ജനസാമാന്യരുടെ മനസ്സിൽ നിറഞ്ഞൊഴുകുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് മാലിക് ദീനാർ റളിയല്ലാഹു അൻഹും സംഘാടകരുമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചക പ്രഭു മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നറിയിപ്പുള്ളതോടുകൂടെ അങ്ങകലെ കടൽ താണ്ടി കാസർഗോഡിന്റെ മണ്ണിലേക്ക് വന്നവർ കരകയറുകയാണ്. അന്ധകാരത്തിനിടയായിരുന്ന ഇന്ത്യൻ മണലാരത്തിലെ അപരിഷ്കൃതരോടും അന്ധവിശ്വാസങ്ങളോടും അടരാടി തൗഹീദിന്റെ മധുരധ്വനികൾ കേരളത്തിന്റെ ജനതകളോട് അവൾ മുഴപ്പിക്കുകയാണ്. അങ്ങനെ പ്രബോധനത്തിന്റെ ഭാഗമായി 3 പള്ളികൾ കേരളത്തിൽ വെച്ച് അവർ പണിയുന്നു. ദൈനംദിനം ഇസ്ലാം പുൽച്ചെടികളെ പോലെ മുളച്ചുകൊണ്ടിരിക്കുമ്പോൾ വാസ്കോഡി ഗാമൻ എന്ന് പറയുന്ന സഹോദരൻ കേരളത്തിലേക്ക് സമുദ്രമുഖാന്തരമായി വന്ന് എത്തിപ്പെടുന്നു. അങ്ങനെ ക്രിസ്തശകം 1531 ഇസവിയിൽ സമുദ്രാധിപത്യത്തെ വാർത്തെടുക്കുന്ന ഉദ്ദേശത്തോടു കൂടെ അദ്ദേഹം ആ 3 പള്ളികളെയും പൊളിച്ച് തരിപ്പണമാക്കി അതിലുള്ള കല്ലുകളും മരങ്ങളും എടുത്തുകൊണ്ടുപോയി തന്റെ ഉദ്ദേശത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി ചാലം എന്നുള്ള ഒരിടത്ത് ഒരു വമ്പൻ കോട്ട പണിയാൻ തീരുമാനിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുസ്ലിമീങ്ങൾ തളർന്നില്ല. ആയിരം പ്രയാസങ്ങൾ താണ്ടി വീണ്ടും വീണ്ടും ഇസ്ലാം മുന്നേറുന്നുകൊണ്ടേയിരിക്കുകയാണ്. കച്ചവടക്കാരും സൂഫിവര്യരും പണ്ഡിതന്മാരും സയ്യിദന്മാരും എല്ലാവരും ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ദിനങ്ങൾ മുന്നേറുമ്പോൾ ഭാരതത്തിൽ വെച്ച് ഇസ്ലാം ഭരണകൂട്ടം കണ്ണൂരിലെ അരക്കൽ അലി രാജാവിൻ്റെതായി മാറുന്നു. ശേഷം അല്ലാഹു തആല ഖുർആനിൽ പറയുകയാണ്, ഇദാ ഹകംതു ബൈനന്നാസി അൻ തഹ്കുമു, നിങ്ങൾ ജനങ്ങളിടയിൽ വിധിക്കുകയാണെങ്കിൽ നീതിപൂർവ്വം വിധിക്കുക. അപ്രകാരം പോലെ ഇസ്ലാമിന്റെ ഭരണാധികാർ നീതിപൂർവ്വം തന്നെ വിധിച്ചു. അക്കാരണത്താൽ പല ഭരണകൂട്ടവും ഇന്ത്യയിൽ വെച്ച് സ്ഥാപിതമായിട്ടുണ്ട്. ഹിജ്റ 392 ഇസവിയിൽ മുഹമ്മദ് ഗസ്നവി ഒരു പുതു ഇസ്ലാം ഭരണം ഇന്ത്യയിൽ വെച്ച് സ്ഥാപിക്കുകയാണ്. ശേഷം അടിമവംശവും ഘോരികളും തുടർന്ന് തുഗ്ലക് വംശവും ലോധികളും സയ്യിദന്മാരും എല്ലാവരും ഇന്ത്യയെ ഡൽഹി ആസ്ഥാനമാക്കി ഭരിക്കുന്നു. അങ്ങനെ ഇസ്ലാം എന്നുള്ളത് 856 വർഷം ഭരിച്ചു. ശേഷം ബ്രിട്ടീഷ് അധിനിവേശനത്തോടു കൂടെ അവസാനിപ്പിച്ചു പോകുന്നതായി ഞങ്ങൾക്ക് ഇതിഹാസത്തിൽ കാണാം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാം എന്നുള്ളതിന്റെ ഈ ഒരു ഇതിഹാസം അത് യഥാർത്ഥമായ ഇസ്ലാമിന്റെ ഒരു ഇതിഹാസത്തിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം അവർ ഇതിഹാസത്തിനെ മരിച്ചു മാറ്റി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാമിന്റെ സഹോദരത്വവും മുസ്ലിംകളുടെ സൽസ്വഭാവം കണ്ട ആൾക്കാർ ഇസ്ലാമിനെ ധാരാളം ആകർഷിച്ചുകൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദന്മാരെ, പിന്നെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്റെ ശ്രോതാക്കളെ, അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടത്തെ അവന്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. അതുല്യമതം ഇസ്ലാം എന്ന വിഷയത്തിൽ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ഇസ്ലാം മതം അതുല്യമാകുന്നത്? മറ്റുള്ള മതത്തിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇസ്ലാം മതം ഉയർന്ന സ്ഥാനത്തിലേക്ക് കയറിയിരിക്കുന്നത് എന്ന വിഷയത്തിൽ സംസാരിക്കേണ്ടി വരും. വിജ്ഞാനങ്ങൾ, ശൈക്ഷണികതകൾക്ക് പ്രേരേപണ ശാസ്ത്രമായാണ് ഇസ്ലാം മതത്തിനെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ആത്മീയതയും സാമൂഹിക ദൗത്യങ്ങളെ ദൈവിക ബാധ്യതകളോടുകൂടി ലോകത്തിന്റെ എല്ലാ ആവശ്യമായ വിഷയത്തിലും ഇസ്ലാം മതത്തിനെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സാമൂഹിക ജീവിയായ മനുഷ്യന്റെ സാമൂഹിക ബോധം, അതല്ലാത്ത നിർബന്ധമായ സാമൂഹിക കൽപ്പനകൾ പാലിക്കലോട് കൂടി സ്വരാഷ്ട്ര പ്രേമത്തിനെയും ഇസ്ലാം ബോധ്യപ്പെടുത്തി. സാമൂഹിക ജീവിതം, കുടുംബ ബന്ധം, വാത്സല്യമായ പെരുമാറ്റങ്ങളെ മറയിലാകുന്ന ഈ സമയങ്ങളിൽ ഇസ്ലാമിന്റെ ജീവിത മാതൃക ശൈലികൾ ലോകത്തിന്റെ പാഠമാണ്. ഡ്രഗ്സ്, മയക്കുമരുന്നുകളുടെ പിന്നിലായി മാതാപിതാക്കളെ അടിച്ചുകൊള്ളുന്ന ജനതയ്ക്ക് ലോക നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ഉമ്മയുടെ കാലിനടിയിൽ സ്വർഗമാണെന്ന ഹദീസ് മാതൃകരമായി. മാതാപിതാക്കളുടെ ബഹുമാനവും സ്നേഹാനുഭൂതിയും ലോകത്തിന് ഇസ്ലാം ബോധ്യപ്പെടുത്തി. അനാചാരങ്ങൾ, വ്യഭിചാരങ്ങൾ നിറഞ്ഞു കിടക്കുന്ന ഈ ലോകത്തിലേക്ക് 1400 വർഷം മുമ്പേ ഇസ്ലാം ബോധ്യപ്പെടുത്തി, എല്ലാ അനാചാരങ്ങളും എല്ലാ വ്യഭിചാരങ്ങളും ശൈത്താനിന്റെ കാരണമാണ്, അതുകൊണ്ട് നിങ്ങൾ ആരും അതിലേക്ക് അടുക്കരുതെന്ന് ഇസ്ലാം ബോധ്യപ്പെടുത്തി. യാ അയ്യുഹല്ലസീന ആമനൂ ഇന്നമാ ഖംറു
والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم മിനിങ്ങളെ കള്ളുകുടിയും കഞ്ചാവ് വലിയും തുടങ്ങിയ ദുഷ്പരിണമായ പ്രേരേപണങ്ങൾ ഇബ്ലീസിന്റെ കാരണമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് അടുക്കരുത്, അതിൽ നിന്ന് തൊട്ട് ദൂരമാവുക എന്ന് ഇസ്ലാം ബോധ്യപ്പെടുത്തി. ഇന്ന് മദ്യത്തെ വ്യക്തി ജീവിതത്തിന്റെ അവിഭാജ്യ അംഗമായി ചിത്രീകരിക്കുമ്പോൾ അതിലുണ്ടാകുന്ന അനീതികൾ ലോകം ഉത്തരം പറയേണ്ടി വരും. മാത്രമല്ല ഇസ്ലാമിന്റെ നീതി സംഹിതകൾ, എക്കണോമിക്കൽ പ്രോസസ്സുകൾ തുടങ്ങിയ മേഖലകളിൽ ലോകത്തിന് ഇന്നും പാഠമാണ്. തീർന്നില്ല, ബഡ് ഇൻട്രസ്റ്റിന്റെ പേരിൽ ഒരു തലമുറം തന്നെ മർദ്ദനങ്ങൾ ജീവിക്കുമ്പോൾ ഇസ്ലാമിക് ബാങ്കിംഗ് യൂറോപ്യൻ രാജ്യങ്ങളിലെ എക്കണോമിക്കലായി 2.1 ട്രില്യൺ വ്യവഹാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാം തിയറിനെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുവരെ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളെ ലോകം കണക്കാക്കപ്പെടുന്നു. ലോകശാന്തിക്ക് ലോക നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുയായികൾ അനിവാര്യമായി വന്ന യുദ്ധങ്ങളെ നേരിടുമ്പോൾ അവിടെ നിന്ന് ഉപദേശിച്ചത് ലോകത്തിന് ഇന്നും സൂചനകളാണ്. മക്കളെയോ സ്ത്രീകളെയോ വൃദ്ധരെയോ ആക്രമിക്കരുത്, വൃക്ഷങ്ങളെയോ മൃഗങ്ങളെയോ നാശമില്ലാതെയാകണം പ്രതികാരം. ഇന്ന് മനുഷ്യന്റെ രക്തങ്ങളിൽ മൃഗത്തിന്റെ വില പോലും കൽപ്പിക്കാതെ ലക്ഷോപലക്ഷ മക്കളെ കൊന്നെടുക്കുമ്പോൾ ഇസ്ലാമിന്റെ ആശയം മാന്യതയിലേക്ക് വരുന്നു. ഇത്തിരി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കിനെ അവസാനിപ്പിക്കുന്നു. വാഹൃദാവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദന്മാർ, എൻ്റെ ശബ്ദം ക്ഷണിക്കുന്ന ശ്രോതാക്കൾ, ഇസ്ലാം പ്രബോധന ശൈലി എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുമ്പോൾ ഈ ലോകത്ത് വ്യത്യസ്തമായ മതങ്ങൾ വെച്ച് ഒരു പരിപൂർണ മതമുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. ഇല്ലാത്ത ഒരു വസ്തുവിനെ ഉണ്ടാക്കണമെങ്കിൽ എത്രമാത്രം പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലേ, വൽതകുൻ മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, ഖൈറിലേക്ക് ക്ഷണിക്കുന്ന വിശുദ്ധമായ ദഅവത്ത് നടത്തുന്ന ഒരു സമൂഹം നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. അമേരിക്കക്കാരനായ ഡോക്ടർ ഫർണാഡിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കയ്യിൽ വാലും ഒരു കയ്യിൽ ഖുർആൻ പിടിച്ച് ദീൻ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഫർണാഡിസിന് എതിരെ വെല്ലുവിളിച്ചു, ഇല്ല ഇല്ല, ഒരിക്കലും സാധ്യമില്ല. അങ്ങനെ ചെയ്യുമെങ്കിൽ ഇന്ന് ഈ ലോകത്ത് കോടാനുകോടി മുസ്ലിമുകൾ ഉണ്ടാകുമായിരുന്നില്ല. റസൂലിന്റെ വാക്ക്, സംസാരവും പുഞ്ചിരിയും അവിടുത്തെ സ്വഭാവവും ഈ ദീനിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാൻ കാരണമായത് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. പരിശുദ്ധമായ ഈ ഇസ്ലാം ദീനിനെ സ്വീകരിക്കണമെന്ന് എവിടെയും നിർബന്ധിക്കുന്നില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ഒരിക്കലും ബലാത്കാരമില്ല. സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം എന്ന് മാത്രം പറയാതെ ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതമാണ് എന്ന് മാത്രം ഇസ്ലാം പറഞ്ഞു തന്നിട്ടുള്ളൂ. കല്ലിന്റെയും പെണ്ണിന്റെ പിന്നാലെ നടന്നവരെ സംശുദ്ധമാക്കി ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രമാത്രം പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. മദീന പരിസരത്ത് 10,000-ഓളം സ്വഹാബികളെ മാത്രം കാണാൻ സാധിക്കുന്നുള്ളൂ. ബാക്കിയുള്ള സ്വഹാബികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നുപോയി. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രബോധകരായ സ്വഹാബികൾ ഒരു ഭക്ഷണമില്ലാതെ അവസാനം സസ്യങ്ങളെ കഴിച്ച് ജീവിക്കുമായിരുന്നു. അല്ലാഹു തആല കൽപ്പിച്ചത് ഈ ദീനിനെ ജനങ്ങൾക്ക് വളരെ ലളിതമായി എത്തിക്കണം എന്നായിരുന്നു. റസൂലിന്റെ പ്രബോധനത്തിൽ ബുദ്ധിപിഴവുള്ളവർ, കേൾവിക്കുറവുള്ളവർ എല്ലാവരെയും പരിഗണിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ലാസ് എടുത്തിരുന്നത്. പാവപ്പെട്ടവനോ പണക്കാരനോ എന്നില്ലാതെ ആരുടെയും ക്ഷമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിക്കുമായിരുന്നു. ദി ഡാർക്ക് ഏജ് എന്ന കാലത്ത് ഈ ദീനിനെ വെളിച്ചം പരത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉന്നതമായ സ്വഭാവം കാരണമായത് എന്നുള്ളത് യാഥാർത്ഥ്യം. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിദായത്ത് നൽകുന്നവരല്ല, ഹിദായത്ത് സിദ്ധിപ്പിക്കുന്നത് അല്ലാഹു മാത്രമാണ്. ഇങ്ങനെ റസൂലും സഹാബത്തുൽ കിറാം വളരെ പ്രയാസങ്ങളോട്, ബുദ്ധിമുട്ടോട് ഈ ദീനിനെ പ്രചരിപ്പിച്ചു എന്ന് ചരിത്രം പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത്രമാത്രം പറഞ്ഞ് എൻ്റെ 2 വാക്ക് വിട. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, എന്റെ ശബ്ദം ശപിക്കുന്ന ശ്രോതാക്കൾ, ഇസ്ലാം പ്രബോധനത്തിന്റെ കുറിച്ച് അല്പം പ്രസംഗിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഈ ലോകത്ത് ഒടുവിൽ നൂറുകണക്കിൽ വ്യത്യസ്തമായ മതങ്ങളുണ്ടെങ്കിൽ എല്ലാത്തിനും മുകളിലെ ഇസ്ലാം പറന്നു കടക്കാൻ ചെന്നെത്താൻ കാരണക്കാരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മദീന പരിസരത്ത് 16,000 മാത്രം സ്വഹാബികൾ കാണാൻ സാധിക്കും. ബാക്കിയുള്ള സ്വഹാബികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ദീനി പ്രബോധകരായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വൽതകുൻ മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈർ, ഖൈറിലേക്ക് ക്ഷണിക്കുന്ന വിശുദ്ധമായ ദഅവത്ത് നടത്തുന്ന ഒരു സമൂഹം നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. മനുഷ്യ മനസ്സുകളെ സംസ്കരിച്ചെടുത്തവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. റസൂലിന്റെ വാക്ക് മാത്രമല്ല, അവിടുത്തെ ഉന്നതമായ സ്വഭാവവും അവിടുത്തെ ചലനവും ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആയുധമാണ്. കല്ലിന്റെയും പെൺഭ്രാന്തരായി നടന്നിരുന്ന അറബ് സമൂഹത്തിലേക്ക് നിങ്ങൾ മധ്യരുത്തി വെക്കണമെന്ന് മാത്രം പറയാതെ, നിങ്ങൾ നിസ്കാരത്തിന്റെ സമയമെങ്കിലും കല്ല് കൊടിക്കരുതേ എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളൂ. സമയങ്ങൾക്ക് ശേഷം വലാ തശ്റബന്ന ഖംറൻ ഫഇന്നഹു റഅസു കുല്ലി ഫാഹിഷ, എല്ലാ നീചകൃത്യങ്ങളുടെ മൂലം അത് മദ്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചു കൊടുത്തു. ഏത് സമയത്ത് എവിടെ വെച്ച് എന്താണെന്ന് പറയേണ്ടതെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1496 യൂറോപ്പിയയിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ അവിടുത്തെ മുസ്ലിമീങ്ങളെ കൊലം ചെയ്ത് അധ്യയനം ചെയ്ത ഈ മുസ്ലിമീങ്ങളെ ഇന്ന് യൂറോപ്പിയയിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ അവിടുത്തെ മുസ്ലിമീങ്ങളെ അധ്യയനം ചെയ്ത ഡേവിഡ് മാർഷ് പോലോത്ത ആയിരക്കണക്കിൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് കാണാം. ഇസ്ലാമിൽ ബലാത്കാരമില്ല, ലാ ഇക്റാഹ ഫിദ്ദീൻ, ഒരിക്കലും ഇസ്ലാം എന്ന മതം സ്വീകരിക്കണമെന്ന് നിർബന്ധിക്കുന്നില്ല എന്ന് മാത്രം പറയാതെ ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതമാണ്. ഇവിടെ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്നവർ ഭരണകക്ഷികൾ, അവരുടെ കുടുംബത്തോട് വളരെ തമ്മിലടിപ്പിക്കുന്നവർ അവർ തന്നെയായിരിക്കും. പക്ഷേ കൂട്ടുകാരോടും അയൽവാസികളോടും കുടുംബക്കാരോടും വളരെ നിലവിൽ ജീവിച്ച് അവരുടെ സ്വഭാവം കൊണ്ട് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പാവപ്പെട്ടവനോ പണക്കാരനോ എന്നില്ലാതെ വീട്ടിലേക്ക് ദഅവത്ത് വിളിച്ചവർക്ക് ഉത്തരം കൊടുക്കുമായിരുന്നു. മാത്രമല്ല മക്കയിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ സന്ദർശിക്കുമായിരുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. മാത്രമല്ല വയുലായി വസബിയാനഹും വയജ്ലിസും ഫീ ഹിജ്രി, സ്വഹാബാക്കളെ മക്കളെ തന്റെ പാദം കാലിൽ ഇരുത്തി കളിപ്പിക്കാനുണ്ടായിരുന്നു. മനുഷ്യ മനസ്സുകളെ സംസ്കരിച്ചെടുത്തവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വളരെ രഹസ്യമുണ്ടായിട്ടിരുന്ന ഇസ്ലാം പ്രബോധന ശൈലി അത് പരസ്യമായത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ ശേഷമാണ്. സ്വഹാബികൾ നാട് വിട്ട് പരിചയമില്ലാതെ നാടിലേക്ക് വിട്ട് കടന്നു. ഉസ്താദുമാരിൽ വഖീർ റളിയല്ലാഹു അൻഹു, ആറാൻ വഖീർ റളിയല്ലാഹു അൻഹു ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഒക്കെ ഉസ്താദാണ്. ഒരു ദിവസം ക്ലാസിൽ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതെനിക്ക് കാരണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ദീനിന്റെ പ്രബോധനം ചെയ്ത് എത്രയോ ശിഷ്യന്മാർ വാർത്തെടുത്താലല്ലേ എന്നായിരുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിച്ചത്, നബിയെ തങ്ങൾ ഹിദായത്ത് നൽകുന്നവരല്ല, ജനങ്ങൾക്ക് ഹിദായത്ത് നൽകുന്നവർ അത് അല്ലാഹു മാത്രമാണ്. നിങ്ങൾ ജനങ്ങൾക്ക് പ്രബോധനം ചൊല്ലിക്കൊടുക്കുന്നവർ മാത്രമാണ്. ഇങ്ങനെ ഇസ്ലാം പ്രബോധനം ചെയ്ത ശൈലി റസൂലും അവിടുത്തെ സ്വഹാബത്തും വളരെ പ്രയാസങ്ങളോടും ബുദ്ധിമുട്ടുകളോടും കൂടെ പ്രചരിപ്പിച്ചു എന്ന് ചരിത്രം പഠിപ്പിച്ചു തരുന്നുണ്ട്. സമയം പരിമിതമാണ്, എന്റെ വാക്കുകൾക്ക് വിട. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സർവാധന്യരായ സാദാത്തുക്കൾ, എൻ്റെ ശബ്ദത്തെ ആലിക്കുന്ന മുതആലിം സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് മലബാർ ഭാഷാ ചരിത്രം സംസ്കാരം എന്ന വാക്യങ്ങളിലായി മൺമറഞ്ഞു പോയ ചരിത്രത്തിന്റെ താളകളെ പുനരാവിഷ്കരിക്കുന്ന ഈ സുന്ദരമായ വേദിയിൽ എന്നിൽ അർപ്പിതമായ വിഷയം കരകളഞ്ഞ സ്നേഹത്തിന്റെ ഉടമകളാണ് സ്വഹാബത്ത്. പ്രിയമുള്ള സഹോദരന്മാരെ, കരകളഞ്ഞ സ്നേഹം എന്ന വിഷയം മാത്രം സംസാരിക്കുമ്പോഴേക്കും മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ നിന്ന് പൊട്ടിത്തെറിക്കേണ്ട പേരുകളാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം തുടക്കം മുതൽ അവസാനം വരെ അണിചേർന്ന സ്വഹാബത്തിന്റെ പേരുകൾ. പ്രിയമുള്ള സഹോദരന്മാരെ, ലോകത്ത് ഇതുവരെ കടന്നുപോയ ലക്ഷക്കണക്കിനുള്ള ചരിത്രപന്മാർ അവരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ
രേഖപ്പെടുത്തുന്നത് മുമ്പ് അനാഗരികതയുടെയും അശ്ലീലങ്ങളുടെയും പശുസമാന സംസ്കാരത്തിന്റെയും ടോപ്പ് ബ്രാൻഡുകളായി കഴിഞ്ഞ ഒരു സമൂഹം ഒരു നേതാവിന്റെ സ്നേഹമാകുന്ന ചങ്ങലയിൽ തടവ് ചെയ്യപ്പെട്ടപ്പോൾ ലോകത്തിലേക്ക് ഏറ്റവും വലിയ മാതൃക സമൂഹമായി മാറിയ ഒരു ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നേതാവിന്റെയും അവിടുത്തെ സ്വഹാബികളാകുന്ന അനുയായികളുടെ ചരിത്രമാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, പ്രവാചകരുടെയും അവിടുത്തെ അനുയായികളുടെ സ്നേഹ ചരിത്രങ്ങളെ പഠിച്ച് മനസ്സിലാക്കിയ തോമസ് കാർലൈൽ, മൈക്കൽ ഹെച്ച് ഹെർഡ് പോലത്തെ, കാറിൻ ആംസ്ട്രോങ് പോലത്തെ പല പ്രസിദ്ധ ചരിത്രവന്മാർ പറഞ്ഞത് മുഹമ്മദ് ഷെയർഡ് ഹിസ് കമ്പാനിയൻസ് ജോയ്സ് ആൻഡ് സോറോസ് ഫോർ ഗിൻ ഡീപ് ബോണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാരോട് സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുവെച്ചതിന്റെ പേരിലാണ് അവർ തമ്മിൽ അഭേദ്യമായ സ്നേഹം ഉണ്ടാകാനുള്ള കാരണം. ഉലപിക്കാൻ പകരമില്ലാത്ത സ്വഹാബികളുടെ ത്യാഗവും കഷ്ടസഹിഷ്ണുതയും കണ്ട പല മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി അവസാനം അവർ പ്രയാസങ്ങളെ പല്ല് കടിച്ച് സഹിച്ച് സ്വബർ പാലിച്ചു എന്നാണ് എഴുതിയത്. അതുകൊണ്ടല്ലേ ഒരു ചെറിയ സ്വഹാബിയുടെ സ്ഥാനത്ത് പോലും ആ ലോക ഔലിയാക്കളുടെ സുൽത്താനായി ജീവിച്ച ശൈഖ് ജീലാനി വരെ എത്താത്തത്. പ്രിയമുള്ള സഹോദരന്മാരെ, ദിവസങ്ങൾ വരെയുള്ള പട്ടിണിയുടെ കാരണത്താൽ രുചിക്ക് മാറ്റമുണ്ടാകട്ടെ എന്ന് കരുതി ചുടുവെള്ളത്തിൽ തോൽപാത്രമിട്ട് തിളപ്പിച്ചു കുടിച്ചു. സംരക്ഷണം നൽകേണ്ട അല്ലെങ്കിൽ ലാലിക്കേണ്ട കുടുംബസ്ഥർ തലയിലടിച്ചു മർദ്ദിച്ചു. ജനിച്ചു വളർന്ന നാടും വീടും സമ്പത്തിനെയും ഒരൊറ്റ രൂപ വില കൽപ്പിക്കാതെ ഒഴിവാക്കി നാട് വിടേണ്ടി വന്നു. കഴിഞ്ഞില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ സ്വന്തം ഭാര്യയെ ത്വലാഖ് ചൊല്ലി മുഹാജിറിനെ കെട്ടുകയും അവിടുത്തെ സമ്പത്തിൽ നിന്ന് പകുതി കൊടുക്കുകയും ചെയ്ത അബൂ അയ്യൂബുൽ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്കറിയാം. ഇന്നത്തെ 9,000 കോടി മൂല്യം വരുന്ന സമ്പത്തിനെ പകരം പ്രതീക്ഷിക്കാതെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്തരവിട്ടതിന്റെ പേരിൽ ധർമ്മം കൊടുത്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ നമുക്കറിയാം. ധർമ്മം നൽകുവിനെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയപ്പോഴേക്കും തന്റെ മുഴുവൻ സമ്പത്തിനും കൊടുത്തപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് തങ്ങൾ തന്നെ ചോദിച്ചപ്പോൾ തറക്തുഹുമുല്ലാഹു വറസൂലഹു, അവർക്ക് തങ്ങളെയും അല്ലാഹുവിനെയും ഒഴിവാക്കിയിരിക്കുന്നു പറഞ്ഞ സിദ്ദീഖ് തങ്ങളെയും നമുക്കറിയാം. അന്ധതയും മദ്യതയും അന്ധാകാലത്തെ തപ്പിത്തളഞ്ഞ പ്രകൃതി അറബികൾ ലോകത്തിലേക്ക് കടന്നു വരികയും അവസാനം പറഞ്ഞത് അവന്റെ സ്വഹാബാക്കന്മാർ എന്റെ സ്വഹാബാക്കന്മാർ അവർ നക്ഷത്രവന്മാരാണ്. അവരെ ആരെങ്കിലും പിന്തുടർന്നാൽ, അവരെ ആരെങ്കിലും പിൻപറ്റിയാൽ അവൻ സ്വർഗത്തിലേക്കാണെന്നും അന്ധാകാലത്തെ വെളിച്ചമാക്കിക്കൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണെങ്കിൽ, പ്രിയമുള്ള സഹോദരന്മാരെ, നാം ഏവരും ചിന്തിക്കേണ്ടത് ഇതൊന്നും ദുനിയാവിന്റെ പേരും പെരുമക്കും പ്രശസ്തിനും അന്തസ്സിനും വേണ്ടി ആയിരുന്നില്ലെന്നതാണ്. ഈ പറഞ്ഞതെല്ലാം കേൾക്കുമ്പോഴേക്കും ദിവൻ ചന്ദ് ശർമ്മ തന്റെ ദ പ്രോഫറ്റ് ഓഫ് ഇസ്രായേൽ പറഞ്ഞ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരുണയുടെ ആത്മാവാണ്, അവിടുത്തെ സാമീപ്യം ഉൾക്കൊണ്ടവൻ ഒരിക്കലും ആ പ്രവാചകനെ മറക്കാൻ സാധ്യമല്ല എന്ന വരികളാണ് ഓർമ്മ വരുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, ആ സാമീപ്യം ഉൾക്കൊണ്ടവരാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളായ സ്വഹാബത്ത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ആ സാമീപ്യം ഉൾക്കൊണ്ടവരെ കൂട്ടത്തിൽ നമ്മെ അല്ലാഹു പെടുത്തുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തന്നെ ബാക്കിയും വിട. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മുതല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഈ സുന്ദരമായ വേദിയിൽ എന്നിൽ അർപ്പിതമായ വിഷയം ഇസ്ലാം ഇന്ത്യയിലേക്ക് കടന്നു വന്ന രീതി എന്ന വിഷയത്തെ അല്പം കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ അധികവും കാലുഷ്യവും മാലിന്യവും നിറഞ്ഞ ഒരു സാമൂഹിക സമുദായിക അന്തരീക്ഷത്തിലൂടെ ഇന്ത്യ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ഇസ്ലാം ഇന്ത്യയിലേക്ക് കടന്നു വന്ന രീതിയും ചരിത്രങ്ങളും ഞങ്ങൾ പഠിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങളുടെ രാജ്യം വളരെ അധികവും ചരിത്രങ്ങൾ വായിക്കാനുള്ള രാജ്യമാണ്. തെക്ക് ഭാഗങ്ങൾ മുതൽക്ക് അങ്ങേ അറ്റം വടക്കാൻ രാജ്യങ്ങൾ വരെ ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ വായിക്കാനുണ്ട്. ആദ്യ പ്രവാചകർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്ന സെലോണിയലായിരുന്നു വന്നിറങ്ങിയത്. മാത്രമല്ല, ഏറ്റവും വലിയ ജനസമൂഹം ഉയർന്നു വന്ന നൂഹ് നബിയുടെ കാലത്തിന്റെ ചരിത്രങ്ങൾ ഇന്ത്യയുടെ ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഇസ്ലാം ഇന്ത്യയിലേക്ക് 2 വഴിയിലൂടെയായിരുന്നു കടന്നു വന്നത്. ഒന്ന് ഉത്തരേന്ത്യയുടെ രാജ്യങ്ങളിലും 2 മലബാറിന്റെ സമുദ്ര തീരങ്ങളിലുമായിരുന്നു. ആദ്യ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിൽ തന്നെ ഇസ്ലാം ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ചില ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നു, ബഹുമാനപ്പെട്ട മാലിക് ദീനാർ റളിയല്ലാഹു അൻഹയും അവിടുത്തെ കൂട്ടവും ഇന്ത്യയുടെ തെക്കാൻ ഭാഗങ്ങളിലേക്ക് വരികയും ഇസ്ലാമിന്റെ പ്രബോധനങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്തു. മാത്രമല്ല, ആ നാട്ടിൽ ആദ്യം പള്ളികൾ ഉണ്ടാക്കിയവർ ജനങ്ങളുടെ ഇടയിൽ സ്നേഹവും സൗഹാർദ്ദവും പരത്തി നിലനിർത്തി.
ശേഷം വരുന്ന മഹദൂമികളും സൂഫികളുമായ വലിയ വലിയ മഹാന്മാർ ഇസ്ലാമിനെ പ്രചരിപ്പിച്ചു. മാത്രമല്ല 7-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലങ്ങളിൽ അമവിയ ഖിലാഫത്തിന്റെ ബസറയുടെ ഗവർണറായിരുന്ന ഹജ്ജാജിന്റെ 17-ാം വയസ്സുള്ള മുഹമ്മദ് ബിൻ ഖാസിമിന്റെയിലേക്ക് വന്നു. ഈ വരവിനെ ക്രൂരതയും അതിക്രമണമായും ചില വംശീയവാദികൾ പറയുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് അവർ മാതൃകയോഗ്യ ഭരണം നടത്തിയിരുന്നെന്നല്ല, മറിച്ച് ചരിത്രം കൃത്യമായി തന്നെ വായിക്കണം. അവരുടെ വരവിൽ അനീതി ഉണ്ടായിരിക്കാം, പോരായ്മകൾ ഉണ്ടായിരിക്കാം. പക്ഷേ മുഹമ്മദ് ബിൻ ഖാസിമിന്റെയിലേക്ക് വന്നത് അതിക്രമണം കാണിക്കാൻ വേണ്ടിയായിരുന്നില്ല എന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പോലെയുള്ള ഡോക്ടർ അരിനാൾഡിനെ പോലെയുള്ളവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാലങ്ങൾക്ക് ശേഷം ഉത്തരേന്ത്യയിൽ ചില മുസ്ലിം രാജാക്കന്മാരും സൂഫികളുമായ വലിയ വലിയ പണ്ഡിതന്മാരുടെ കാരണങ്ങൾ കൊണ്ട് ഇസ്ലാം പടർന്നു. 2-ാം സഹസ്രാബ്ദത്തിന്റെ മുജദ്ദിദ് ഇമാം റബ്ബാനി അഹമ്മദ് ഫാറൂഖി സർഹിന്ദ് മധ്യേഷ്യയിൽ നിന്ന് വരുകയും ഇസ്ലാമിന്റെ പ്രബോധനങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്തു. മാത്രമല്ല തെക്ക് ഭാഗത്തിൽ യമനിൽ നിന്ന് വന്ന സയ്യിദന്മാരും ഗുജറാത്തിൽ ഷാ ആലമിന്റെ പോലെയുള്ള മഹാന്മാരും ഇസ്ലാമിന്റെ കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും ദീനിന്റെ പ്രചരണത്തിൽ മുമ്പിൽ നിന്നുകൊണ്ട് ഇന്ത്യ മുഴുവനും ഇസ്ലാമിനെ പുറത്തി. ആ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല ഞങ്ങളെ വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിട. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹവും ബഹുമാനും ആദരവും നിറഞ്ഞ ഉസ്താദുമാരും എൻ്റെ ശബ്ദം ആലിക്കുന്ന പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാഹ് മലബാർ ഭാഷ, ചരിത്രം, സംസ്കാരം എന്ന വാക്യങ്ങളിലായി മൺമറഞ്ഞു പോയ ചരിത്രത്തിന്റെ താളുകളെ പുനരാവിഷ്കരിക്കുന്ന ഈ ഫിദാക്കിന്റെ അതിസുന്ദരമായ വേദിയിൽ എന്നിൽ അർപ്പിതമായ വിഷയം കറക്കളന്റെ സ്നേഹത്തിന്റെ ഉടമകളാണ് സ്വഹാബത്ത് എന്ന വിഷയത്തിനെ കുറിച്ച് 1-2 വാക്കുകൾ സംസാരിച്ച് നിർത്താം. അല്ലാഹു തആല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക നേതാവ്, കാരുണ്യത്തിന്റെ കടലായ മുത്തായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ദ പ്രൊഫറ്റ് ഓഫ് ദ ഈസ്റ്റ് എന്ന തന്റെ പുസ്തകത്തിൽ ദിവാൻ ചാന്ദ് ശർമ്മ എഴുതിയതായി കാണാം. മുഹമ്മദ് ഈസ് എ സോൾ കമ്പാഷൻ, വൺ ഹു എംപതി നെവർ ഫോർഗെറ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരുണയുടെ ആത്മാവാണ്. മാത്രമല്ല അവിടുത്തെ സഹാനുഭൂതി ലഭിച്ച ഒരാൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറക്കാൻ സാധ്യമല്ല. യഥാർത്ഥത്തിൽ ഈ വരികളുടെ ഉള്ളടക്കം മനസ്സിലാക്കണമെങ്കിൽ കാലങ്ങൾക്ക് മുമ്പേ അറബി കടൽക്കരയിലും മണൽ തരികൾക്കിടയിലും സഹാബാക്കളും പ്രവാചകരും ജീവിച്ചു പോയവരുടെ ജീവിതം, ആ ജീവിതത്തെ നാം നന്നായി പഠിക്കേണ്ട ആവശ്യമുണ്ട്. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, സ്വന്തം വീടും നാടും അന്തസ്സും അഭിമാനങ്ങളെയും നേതാവിന് വേണ്ടി പുൽ സമാനമാക്കായി കണ്ടവരാണ് മഹാന്മാരായ സ്വഹാബാക്കൾ. സ്ത്രീ പുരുഷന്മാരുടെ ഇടയിലുള്ള വികാരങ്ങളെ സ്നേഹമാക്കി അല്ലെങ്കിൽ പ്രേമമാക്കി നടക്കുന്നവർക്ക് സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും യഥാർത്ഥ സഹാനുഭൂതിയെ പ്രദർശിപ്പിച്ച മഹാന്മാരായ സ്വഹാബാക്കളെ ചരിത്രങ്ങൾ നാം അറിയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹാർദമായ സ്നേഹം കൊണ്ട് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വല്ലാഹി വല്ലാഹി ല അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി യാ റസൂലല്ലാഹ്. അല്ലാഹു തന്നെയാണ് സത്യം, അല്ലാഹു തന്നെയാണ് സത്യം, എൻ്റെ ജീവനേക്കാളും എനിക്ക് ഇഷ്ടം തങ്ങളോടാണ് നബിയെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുയുടെ സ്നേഹത്തിന് പകരമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഉഹദ് യുദ്ധത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വന്ന അമ്പുകളെ തന്റെ നേരെ നെന്നിലേക്ക് കയറ്റിയ ത്വൽഹത്ത് ബിൻ ഉബൈദുല്ലാ എന്ന സ്വഹാബിയെ നാം അറിയുന്നവരാണ്. മാത്രമല്ല അതേ ഉഹദ് യുദ്ധത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല്ല് പൊട്ടിയെന്ന വിഷയം കേട്ടപ്പോൾ തന്റെ പല്ലുകളെ കല്ലിൽ അടച്ചിയ സ്വഹാബിയാണ് ഹുബൈബ് ബിൻ അദി എന്ന സ്വഹാബി. ഇസ്ലാമിന്റെ പേരിൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അണിചേർന്ന പേരിൽ സ്വഹാബാക്കൾ ചെയ്യിച്ച ത്യാഗങ്ങളാലും എത്രയാണ് കഴിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി എന്ന വിഷയം കേട്ടപ്പോൾ ബോധം കെട്ട് വീണ അല്ലെങ്കിൽ ജീവൻ വെടിഞ്ഞ സ്വഹാബാക്കളുടെ ചരിത്രങ്ങൾ നാം അറിയേണ്ടതുണ്ട്. ഇതൊക്കെയും സ്വഹാബാക്കൾ കാട്ടുകൂട്ടിയത് പേരോ പെരുമയോ അന്തസ്സു അഭിമാനത്തിന് വേണ്ടിയായിരുന്നില്ല, മറിച്ച് സ്നേഹമാകുന്ന ആശയത്തിന് തൃപ്തിപ്പെട്ടത് കൊണ്ടാണ്. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശയത്തിന് തൃപ്തിപ്പെട്ടത് കൊണ്ടല്ലേ
അല്ലാഹു തആല അവരെ തൃപ്തിപ്പെട്ടത്. ഇതൊക്കെയും കണ്ടുകൊണ്ട് അൽഫോൻസ ദി ലാംബർട്ടിനി പറയുന്നു, the prophet greatness was reflected in the unwavering devotion of his companion. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമ, അവിടുത്തെ സഹചരന്മാരുടെ അഗാധ സ്നേഹവും ആദരവെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തൊരു സ്നേഹമാണ് സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാട്ടിയത്. ഇത്രയും പേരെ എൻ്റെ വാക്കുകൾ വിടാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദന്മാരെ, സഹപാഠികളെ, ഫിദാക്ക് എന്ന വേദിയിൽ എന്നിലേക്ക് അർപ്പിതമായ വിഷയം ഇസ്ലാം തുല്യതയില്ലാത്ത മതം എന്ന വിഷയത്തെ ആസ്പദമാക്കി 1-2 വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി മതമെന്നാൽ എന്ത് എന്ന് നോക്കുമ്പോൾ, മതമെന്നാൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ അവൻ്റെ ജീവൻ എങ്ങനെ വേണം എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു ചുറ്റുപാടിന് മതമെന്ന് പറയുന്നു. ഈ വ്യാഖ്യാനത്തിലൂടെ പോകുമ്പോൾ പരിപൂർണമായ മനുഷ്യൻ അവൻ്റെ കുടുംബം, വൃത്തി, ആഹാരം, സമുദായത്തിന് അവൻ്റെ മേലുള്ള ഉത്തരവാദിത്യം എന്താണ്, ഇതൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ചുറ്റുപാടുണ്ടെങ്കിൽ അത് ഇസ്ലാമിൽ മാത്രമാണ്. ശേഷം ഓരോ വിഭാഗങ്ങളായി സംസാരിക്കുമ്പോൾ ലോകത്തിൽ ഒരുപാട് മതങ്ങളുണ്ട്. അതൊക്കെ മനുഷ്യനിർമ്മിതമായതുകൊണ്ട് തന്നെ മാറ്റിത്തിരുത്തലിലേക്ക് വിധേയമാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയം അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതും അല്ലാഹു തൃപ്തിപ്പെടുന്നതുമായ മതം അത് ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും എന്ത് പ്രവചിച്ചാലും അതൊക്കെ ഇസ്ലാമും കൂട്ടി പ്രവചിച്ച കാര്യങ്ങളായിരിക്കും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ശാസ്ത്രം എന്ത് കണ്ടുപിടിച്ചാലും ഇതുവരെ ലോകത്തിൽ കണ്ടതും ഇപ്പോൾ കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുന്നതും ഇനി കണ്ടുപിടിക്കാൻ പോകുന്നതുമെല്ലാം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബൂഹ വസീന വയഖ്ലുഖു മാ ലാ തഅലമൂൻ. അന്ന് അവർക്ക് പരിചയമുള്ള വാഹനങ്ങളെ എടുത്തു പറയുകയും ശേഷം വരാനുള്ള വാഹനങ്ങളെ സൂചിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ഏത് വിഷയങ്ങളെ എടുത്തു നോക്കിയാലും ഇസ്ലാം പ്രവചിക്കാത്ത ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം അത് എല്ലാ അർത്ഥത്തിലും തുല്യതയില്ലാത്ത മതമാണ്. മാത്രമല്ല സഹോദരന്മാരെ, ഇസ്ലാം മനുഷ്യന്റെ പരിപൂർണ മാനവികതയെ പരിഘോഷിക്കുന്നു. മറ്റു മതങ്ങളിൽ വിവിധ ഘട്ടങ്ങളിൽ ഉച്ചനീചിത്വം നമുക്ക് കാണാൻ കഴിയും. മറ്റു മതങ്ങളിൽ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന ഒരു വിഭാഗത്തിന് മാത്രമെങ്കിൽ ഇസ്ലാം ഇൽമ് അത് എല്ലാവർക്കുള്ള സ്വത്തായി, ഇൽമ് നേതൃത്വത്തിന്റെ മാനദണ്ഡമായി, ഇൽമുള്ള ആൾ എത്ര താന്ന ജാതിയിൽപ്പെട്ടവനായാലും പരിപൂർണമായ അവസരം ഇസ്ലാം നൽകുന്നുണ്ട്. അങ്ങനെ ഏത് വിഷയങ്ങൾ എടുത്തു നോക്കിയാലും ഇസ്ലാം പ്രവചിക്കാത്ത ഒന്നുമില്ല. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ. ഓ ജനങ്ങളെ, നിശ്ചയം നിങ്ങൾ അല്ലാഹു തആല ഒരു സ്ത്രീയിൽ നിന്നിട്ടും ഒരു പുരുഷനിൽ നിന്നിട്ടും സൃഷ്ടിക്കപ്പെട്ടു. എന്തിനു വേണ്ടി? വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു, നിങ്ങൾ പരസ്പരം അറിയാൻ വേണ്ടി. ശേഷം നിങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരെയും പല ശാഖകളാക്കി. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിശ്ചയം അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമന്മാർ അത് തഖ്വയുള്ളവരാണ്. മാത്രമല്ല സഹോദരന്മാരെ, ആധുനികമായ എല്ലാ കണ്ടുപിടുത്തത്തോടും ശാസ്ത്രം യോജിക്കുന്നുണ്ട്. ഇസ്ലാമിലുള്ള എല്ലാ ഓരോ ആരാധനകളിലും ശാസ്ത്രീയത എടുത്തു കാണുന്നു. ഇസ്ലാം നിർദ്ദേശിക്കുന്ന സുന്നത്ത് കർമ്മം, ജനാബത്തായുള്ള കുളി തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും കർമ്മങ്ങളിലും എല്ലാ നിലക്കും പൂരകമായ വിഷയങ്ങൾ മാത്രമാണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത്. മാത്രമല്ല സഹോദരന്മാരെ, നോമ്പ് മനുഷ്യന്റെ ആരോഗ്യം നിലനിർത്താൻ വലിയ കാരണമാണെന്ന് വൈദ്യശാസ്ത്രം അംഗീകരിച്ച സത്യമാണ്. ഇങ്ങനെ ഏത് വിഷയങ്ങളെ എടുത്തു നോക്കിയാലും ഇസ്ലാം പ്രവചിക്കാത്തൊന്നുമില്ല. അവസാനമായ ഒരു വിഷയം മാത്രം പറയാം. അമേരിക്കൻ ഇന്ത്യ പ്രസിഡന്റ് ജോർജ് ബെർണാഡ് ഷാ പറയുന്നത് പോലെ, unlike other religions, Islam possesses unique strength. It is a religion that responds to all time. ഇസ്ലാം ഒരു വിശേഷ മതമായി എല്ലാ കാലത്തിനും പ്രതികരിക്കുന്ന മതം അത് ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് മറ്റു മതങ്ങളൊക്കെ ഇസ്ലാമിന് മുമ്പിൽ മുട്ടുകുത്തേണ്ടി വന്നു. ഇസ്ലാം അത് അന്നും ഇന്നും എന്നും തുല്യതയില്ലാത്ത മതമായി നിലകൊള്ളുന്നു. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിലേക്ക് വിടാ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.